ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6 മാസങ്ങൾക്ക് മുമ്പ് വെച്ച ഒരു കണിക്കൂട് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് വിജയിച്ചോ ഇല്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയായിരുന്നു കണിക്കൂട് വെച്ചിരുന്നത്. ഈ വീടിൻ്റെ ഫൗണ്ടേഷനിൽ ഇവിടെയായിരുന്നു നമ്മൾ കണിക്കൂട് വെച്ചിരുന്നത്. നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസമായി. എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്ന കടിക്കൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തേളോ പാമ്പോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ഇങ്ങനെ കണിക്കൂട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കുമ്പോൾ എന്തെങ്കിലും ജീവികളൊക്കെ ഇതിനകത്ത് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ സൂക്ഷിച്ച് മാത്രമേ ഓപ്പൺ ചെയ്ത് നോക്കാവൂ. മഴയൊക്കെ വെച്ച് ചെറുതായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇതിപ്പോൾ അവർ ജസ്റ്റ് അതിനകത്ത് പൂമ്പൊടി മാത്രമേ വെച്ചിട്ടുള്ളൂ. കുറേ മെഴുകൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കുറച്ച് പൂമ്പൊടി ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവർ ഇതിനകത്ത് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നമ്മൾ ഇനി ഒരു 6 മാസം കൂടി വെച്ച് നോക്കാം. ഫ്യൂച്ചറിൽ ഇത് വിജയിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളിത് അടച്ചു വെക്കുകയാണ്. ഓക്കെ, ഡിസ്റ്റർബ് ചെയ്യാതെ അടച്ചു വെക്കുകയാണ്. ഇനി നമ്മളൊരു 6 മാസം കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇത് 100% വിജയിക്കാനാണ് സാധ്യത. ഓക്കെ, തിരിച്ച് നമ്മളിത് സേഫായിട്ട് അതുപോലെ തന്നെ കെട്ടി വെക്കുക. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് കൂടുതൽ ടൈം മഴയായിരിക്കും. അപ്പോൾ മഴവെള്ളം കയറാണ്ട് ഇത് സേഫായിട്ട് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് പഴയതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണിക്കൂട് വിജയിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കും കൃഷിയിൽ താല്പര്യമുള്ളവർക്ക്, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കെല്ലാം പരീക്ഷിക്കാവുന്ന ഒരു ലളിതമായ ഒരു രീതിയാണ് ചെറുതേനീച്ച കൃഷി. ഒരു മുതൽ മുടക്കും ഇല്ലാതെ, അല്ലെങ്കിൽ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഒരു ചെറുതേനീച്ച കോളനി സ്വന്തമാക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന ശുദ്ധമായ ചെറുതേൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിന് ഇതുപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ചെറുതേനീച്ച കോളനികൾ, നാച്ചുറലായിട്ടുള്ള ചെറുതേനീച്ച കോളനികളെ ഇതുപോലെ കണ്ടെത്തിയിട്ട് വല്ല PVC പൈപ്പോ അല്ലെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യാത്ത മൺകുടമോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്ത് കെണി കൂടായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കോളനികൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം ഇത് പരീക്ഷിക്കുക. താങ്ക് യു.